നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഒരു മാസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ലോകം ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ടീമുകൾ അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് പ്രഖ്യാപിക്കും. എന്താണ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പിന് മുമ്പുള്ള പ്ലാൻ, എന്ന് അവരുടെ ക്യാമ്പ് ആരംഭിക്കും, ഈ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അർജൻറ്റീൻ മാധ്യമങ്ങൾ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ESPN അർജൻറ്റീനയുടെ എസ്റ്റാബ് നെഡൂൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. TYC സ്പോർട്സ് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കലോനി പ്ലാൻ ചെയ്തത് ഈ മാസം 25-ാം തീയതിയോടുകൂടി താരങ്ങൾ എസൈസ പ്രോപ്പർട്ടിയിൽ എത്തിത്തുടങ്ങുക എന്നുള്ളതാണ്. 25-26 തീയതികളിലായിട്ട് സ്ക്വാഡ് കംപ്ലീറ്റ് അവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഫിഫക്ക് 55 അംഗ പ്രിലിമിനറി ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിലുള്ള കുറച്ച് താരങ്ങൾ, അതായത് ഫൈനൽ 26 മെമ്പേഴ്സ് മാത്രമല്ല, അതിലധികം താരങ്ങൾ ഈ എസൈസ പ്രോപ്പർട്ടിയിൽ ഇനീഷ്യലി എത്തിച്ചേരും. എന്ന് പറഞ്ഞാൽ 55 താരങ്ങളും എത്തുമെന്നല്ല, 26 താരങ്ങൾ ആരൊക്കെയാണെന്ന് സ്കലോനി കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് താരങ്ങളെ കൂടി ഈ ഒരു ക്യാമ്പിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എസൈസ പ്രോപ്പർട്ടിയിലാണ് ആദ്യത്തെ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്നത്. 24-ാം തീയതിയോടുകൂടി മെയ് 24-ാം തീയതിയോടുകൂടി പ്രധാനപ്പെട്ട ലീഗുകളെല്ലാം, യൂറോപ്പിലെ ലീഗുകളെല്ലാം അവസാനിക്കും. പിന്നെ UCLൻ്റെ ഫൈനൽ മാത്രമാണ് ബാക്കിയുണ്ടാവുക. അപ്പോൾ താരങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ കഴിയും എന്ന രൂപത്തിലാണിപ്പോൾ ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ബ്യൂണസ് അയേഴ്സിൽ എസൈസ പ്രോപ്പർട്ടിയിൽ അവർ ട്രെയിനിങ് നടത്തിയിട്ട് ജൂൺ 1 അമേരിക്കയിൽ കാൻസാസ് സിറ്റിയിൽ എത്തിച്ചേരുന്ന രൂപത്തിലാണ് പ്ലാനുള്ളത്. കാൻസാസ് സിറ്റിയാണ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പിനുള്ള ബേസായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ്, കാൻസാസ് സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്ലാൻ. അനാവശ്യമായിട്ടുള്ള താരങ്ങൾ, അതായത് ഫൈനൽ സ്ക്വാഡിലില്ലാത്ത താരങ്ങളെ വെറുതെ US ക്യാമ്പിലേക്ക് കൊണ്ടുപോകണ്ട എന്നാണ് ഇപ്പോൾ സ്കലോനി തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 30-നുള്ളിൽ അർജൻറ്റീന അവരുടെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കും. അല്ലെങ്കിലും ഫിഫക്ക് ഫൈനൽ ലിസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റ് മെയ് 30 ഇപ്പോൾ ഡെഡ് ലൈനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 55 അംഗ പ്രാഥമിക ലിസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, വേൾഡ് കപ്പിനിടയ്ക്ക് 26 അംഗ സ്ക്വാഡിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ ഈ 55 അംഗ പ്രാഥമിക ലിസ്റ്റിൽ നിന്ന് മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലിസ്റ്റിനും വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും ഇപ്പോൾ അർജൻറ്റീന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മെയ് 25 എസൈസ പ്രോപ്പർട്ടിയിൽ ടീം അസംബിൾ ചെയ്യുക, അതിനുശേഷം അവിടെ കുറച്ച് നാൾ ട്രെയിനിങ് നടത്തുക, ജൂൺ 1 കാൻസാസ് സിറ്റിയിലേക്ക് പോവുക. സോ മെയ് 30 നമ്മൾ പ്രതീക്ഷിക്കണം അർജൻറ്റീനയുടെ ഫൈനൽ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.